Welcome back to Vidyanagar online class. Through this video, we are discussing theorem 6.1, first question of exercise 6.1. തിയറം 6.1 കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സിയം 6.1ഉം 6.2ഉം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇവിടെ തിയറം 6.1. ഓക്കെ, തിയറം നോക്കാം. ഇഫ് ടു ലൈൻസ് ഇൻ്റർസെക്ട്സ് ഈച്ച് അതർ ദെൻ ദ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് ഇവിടെ തിയറം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 7th. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കാം, അവിടെ ഏതൊക്കെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഈ മാർക്കിംഗ് നോക്കിയാൽ മനസ്സിലാകും. AOC, ആംഗിൾ AOC ആൻഡ് AOCയോട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഇവിടെ ഈ ഒരു സിംഗിൾ മാർക്കിംഗ് നോക്കിയാൽ മതി. ഏതാണ്? BOD. ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ AOC ആൻഡ് ആംഗിൾ BOD അല്ലേ. ഇനി അതുപോലെ ഏതാണുള്ളത്? COB, ആംഗിൾ COB ആൻഡ് ആംഗിൾ AOD. ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് ഈക്വൽ ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഈ ആംഗിൾസൊക്കെ എന്താ പ്രൂവ് ചെയ്യണം? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺസിഡർ ആംഗിൾ AOC നോക്കിക്കോട്ടോ. AOCയും AODയും കൺസിഡർ ചെയ്തു. AOC ആൻഡ് AOD. കൺസിഡർ ആംഗിൾ AOC ആൻഡ് ആംഗിൾ AOD. ഈ AOCക്കും AODക്കും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടല്ലേ? എന്താണ് അത്? ലീനിയർ പെയർസ് ആണ്. സോ നമുക്ക് എന്തെഴുതാൻ പറ്റും? AOCയും ആംഗിൾ AODയും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? അത് ലീനിയർ പെയർസ് ഓഫ് ആംഗിൾസ് ആണ്. AOC ആൻഡ് AOD. ഓക്കെ, ഇനി കൺസിഡർ ആംഗിൾ ഈ AODയും BODയും കൂടെ കൺസിഡർ ചെയ്തു. ആംഗിൾ AOD ആൻഡ് ആംഗിൾ BOD. അത് രണ്ടുകൂടെ കൺസിഡർ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? AOD ആൻഡ് BOD ഇതും ലീനിയർ പെയർ തന്നെയല്ലേ? അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD ഈക്വൽ എന്ത് കിട്ടും? അതും എന്ത് തന്നെയാണ്? 180 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചെയ്ത 180 ഡിഗ്രി കിട്ടി. ആംഗിൾ AOC പ്ലസ് ആംഗിൾ AOD. ആംഗിൾ AOC പ്ലസ് ആംഗിൾ AOD എന്തിനോട് ഈക്വലാണ്? 180 ഡിഗ്രിയോട് ഈക്വലാണ്. അതുപോലെ ആംഗിൾ AOD പ്ലസ് BOD എന്തിനോട് ഈക്വലാണ്? ആംഗിൾ AOD പ്ലസ് ആംഗിൾ BODയും എന്തിനോട് ഈക്വലാണ്? 180 ഡിഗ്രി. കാരണം ഇതും 180 ഡിഗ്രിയാണ്, ഇതും 180 ഡിഗ്രിയാണ്. അങ്ങനെ നമുക്ക് എന്തെഴുതാൻ പറ്റും? ആംഗിൾ AOC പ്ലസ് AOD ഈക്വൽ ടു ആംഗിൾ AOD പ്ലസ് BOD. ആംഗിൾ AOC പ്ലസ് AOD ഈക്വൽ ടു ആംഗിൾ AOD പ്ലസ് BOD. രണ്ടും തന്നെയാണ് 180 ഡിഗ്രിയാണ്. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കിട്ടും. എന്താണ്? ഇവിടെയും ആംഗിൾ AOD ഉണ്ട്, അതുപോലെ ഇവിടെയും ആംഗിൾ AOD ഉണ്ട് അല്ലേ? അപ്പോൾ ഈ AODയിലേക്ക് AOC ആഡ് ചെയ്താലും AODയിലേക്ക് BOD ആഡ് ചെയ്താലും 180 ഡിഗ്രിയാണ് അല്ലേ? AODയിലേക്ക് AOC ആഡ് ചെയ്താലും അതേ AODയിലേക്ക് BOD ആഡ് ചെയ്താലും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ AOCയും BOD നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ AOC എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആംഗിൾ BODയോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമിലർലി ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്തും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏതാ പ്രൂവ് ചെയ്ത്? AODയും BODയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. അതുപോലെ എന്തായിരിക്കും? AOCയും BODയും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്ത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AOD ഈക്വൽ ടു ആംഗിൾ BOC എന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ളതിൻ്റെ പ്രൂഫ്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? AOC and BOD are equal and COB and AOB are equal. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് ഈ ഒരു ലീനിയർ പെയർസ് കൺസിഡർ ചെയ്തു.
ഈ ഒരു ലീനിയർ പെയേഴ്സ് കൺസിഡർ ചെയ്തു. അത് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയ എന്താണ്, AOC പ്ലസ് ആംഗിൾ AOD ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇനി ഈ 2 ലീനിയർ പെയേഴ്സ് കൺസിഡർ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, ആംഗിൾ AOD പ്ലസ് BOD ഈക്വൽ ടു എന്താണ് 180 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലും റൈറ്റ് സൈഡിലെ വാല്യൂ എത്രയാണ്, 180 ഡിഗ്രി ഈക്വൽ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും, ആംഗിൾ AOC പ്ലസ് AOD ഈക്വൽ ടു AOD പ്ലസ് BOD. അപ്പോൾ രണ്ടിലും എന്തുണ്ട്, ഇവിടെയും AOD ഉണ്ട്, ഇവിടെയും AOD ഉണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഒരു 10 പ്ലസ് എക്സ് ഈക്വൽ ടു 10 പ്ലസ് 2 ആണെങ്കിൽ രണ്ട് ഭാഗത്തും 10 ആണല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 2 ആയിരിക്കും. എങ്കിലും എന്ത് വരുള്ളൂ, ഇവിടെയും 10 പ്ലസ് 2 ഈക്വൽ ടു 12, ഇവിടെയും 10 പ്ലസ് 2 ഈക്വൽ ടു 12. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും AODയിലേക്ക് AOC ആഡ് ചെയ്തപ്പോഴും 180 ഡിഗ്രി, അതുപോലെ AODയിലേക്ക് BOD ആഡ് ചെയ്തപ്പോഴും 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എന്ത് കൺക്ലൂഡ് ചെയ്യാം, AOC ഈക്വൽ ടു ആംഗിൾ BOD. അപ്പോൾ ഈ ഒരു രണ്ട് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ എന്ന് കിട്ടി. ഇനി ബാക്കി എന്ത് എഴുതിയാൽ മതി, സിമിലർലി നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തിരിച്ച് AODയും BOCയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, രണ്ട് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണെന്നുള്ളത് ഇവിടെ പ്രൂവ് ചെയ്തു. Example 1. In figure, lines PQ and RS intersect each other at point O. If angle POR is to ROQ equal to എന്താണ് 5:7. ഓക്കെ, നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. റേഷ്യോ വരുമ്പോൾ എന്താ ചെയ്തിരുന്നത്, ലീനിയർ ഇക്വേഷനിൽ ആംഗിൾ POR നേരെ എത്രയാണ് 5. അപ്പോൾ ആംഗിൾ POR ഈക്വൽ ടു എന്ത് കൊടുക്കും, 5 മാത്രം അതിൻ്റെ കൂടെ എന്തും കൂടെ കൊടുക്കും, എക്സ്, 5x. ആംഗിൾ POR ഈക്വൽ ടു 5x. അങ്ങനെ ആംഗിൾ ROQ എന്തായിരിക്കും, ROQന് നേരെ എത്രയാണ് 7 ആണ്. അപ്പോൾ എത്ര എക്സ് ഉണ്ടാവും അവിടെ, 7x. ഓക്കെ, ഇനി ഫൈൻഡ് ഓൾ അതർ ആംഗിൾസ്. അപ്പോൾ ഈ ഒരു റേഷ്യോ നമുക്ക് ഇതിൻ്റെ മുഴുവൻ ആംഗിൾസും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ PORഉം ROQ നോക്കിയാൽ എന്താണ്, POR ഇതാണ് POR. ഓക്കെ, ഇനി ROQ ഇതാണ് ROQ. അപ്പോൾ PORഉം ROQും എന്താണ്, ലീനിയർ പെയേഴ്സ് ആണ്. ഈ ഒരു PQ എന്നുള്ള ലൈൻ മേലല്ലേ PORഉം ROQും. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ആംഗിൾ POR പ്ലസ് ആംഗിൾ ROQ ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. അത് ലീനിയർ പെയർ ആണ്. ഇനി ഇവിടെ ഓരോന്നിൻ്റെ വാല്യൂസ് എടുക്കുക. ആംഗിൾ POR എത്രയാണ്, 5xഉം ആംഗിൾ ROQ എത്രയാണ്, 7x ഈക്വൽ ടു എത്രയാണ്, 180 ഡിഗ്രി. ഓക്കെ, അതിന് വാട്ട് ഇസ് 5x പ്ലസ് 7x, 12x. 12x ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, 180 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, 180 ഡിവൈഡ് ബൈ 12 ചെയ്താൽ എത്ര വരും, 15 കിട്ടും. ഓക്കെ, 180 ഡിവൈഡ് ബൈ 12 ചെയ്താൽ 15. അപ്പോൾ എക്സ് ഈക്വൽ എന്ന് കിട്ടി, 50 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ POR എന്തായിരിക്കും, ആംഗിൾ POR ഈക്വൽ ടു എത്ര എക്സ് ആണ്, 5x ആണ്. സോ 5x ഈക്വൽ ടു എത്രയാണ്, 5 ഇൻറ്റു 15 ഈക്വൽ ടു എത്രയാണ്, 75 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടി, 75 ഡിഗ്രി. അപ്പോൾ ഇവിടെ 75 ആയതുകൊണ്ട് അതിൻ്റെ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയി ഇതും തന്നെ ആയിരിക്കും 75 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ SOQ ആൾസോ ഈക്വൽ ടു എത്ര തന്നെയാണ്, 75 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്താ, ROQ. ആംഗിൾ ROQ ഈക്വൽ ടു എത്ര എക്സ് ആണ്, 7x. സോ 7 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എന്താണ്, 15 ഈക്വൽ ടു എത്രയാണ്, 105 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്രയാണ്, 105 ഡിഗ്രി. അപ്പോൾ ഇവിടെ എന്തെന്നെ ആയിരിക്കും, 105 ഡിഗ്രി. ഇവിടെ ROQ 105 കിട്ടി. അപ്പോൾ ഇവിടെ POSഉം എത്ര തന്നെ ആയിരിക്കും, 105 ഡിഗ്രി ആയിരിക്കും. Example 2. In figure, ray OS stands on lane POQ. ഓക്കെ, POQയിലാണിത്, OS എന്നുള്ള റേ, POQ ഇവിടെ ഉണ്ട്, ഇവിടെ OS എന്നുള്ള റേ. ഓക്കെ, റേ OR ആൻഡ് OT are angle bisectors of POS ആൻഡ് SOQ. അപ്പോൾ OR എന്താണ്, OR എന്നുള്ളത് POSൻ്റെ ബൈസെക്ടറാണ്. POSൻ്റെ ബൈസെക്ട് ചെയ്യേണ്ടതാണത് OR. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വലായി ഡിവൈഡ് ചെയ്യുക. അതായത് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ റേ OT എന്താണ്, റേ OT ആംഗിൾ ബൈസെക്റ്റഡ് ഓഫ് SOQ. അപ്പോൾ SOQനെ എന്ത് ചെയ്യും, ഇതിവിടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, OT എന്നുള്ള റേ. ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇഫ് POS ഈക്വൽ ടു എക്സ്, അപ്പോൾ ക്വസ്റ്റ്യൻ തന്നാണെന്ത്, POS
ഒ എസ് ഈക്വൽ ടു എത്രയാണ് എക്സ്. ഫൈൻഡ് ആർ ഒ ടി. ഫൈൻഡ് ആർ ഒ ടി. ഓക്കെ, ആർ ഒ ടി ഇതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പി ഒ എസ് ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി. പി ഒ എസ് ഈക്വൽ ടു പി ഒ എസ്, ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? എക്സ്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എക്സ് ആണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം എന്താ? ഈ ഫിഗർ ശരിക്കും നോക്കട്ടോ. ഈ ഒരു ഇത്രയും ഭാഗം എന്താണ്? എക്സ്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ എന്താണ്? ലീനിയർ പെയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ആദ്യം എഴുതാം. ആംഗിൾ പി ഒ എസ് പ്ലസ് പി ഒ എസും എസ് ഒ ക്യൂ ഫിഗറിൽ ശരിക്കും നോക്കട്ടെ. ആംഗിൾ പി ഒ എസും എസ് ഒ ക്യൂവും കൂടെ എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ പി ഒ എസിൻ്റെ വാല്യൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് പി ഒ എസ്? എക്സ് ആണെന്നുള്ളത്. സോ എക്സ് പ്ലസ് ആംഗിൾ എസ് ഒ ക്യൂ ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി. എക്സ് പ്ലസ് ആംഗിൾ എസ് ഒ ക്യൂ, പി ഒ എസിന് ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്താ കിട്ടുക? എക്സ് പ്ലസ് ആംഗിൾ എസ് ഒ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എസ് ഒ ക്യൂ ഈക്വൽ ടു എന്തായിരിക്കും? എസ് ഒ ക്യൂ ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ എക്സ് ആണെങ്കിൽ ഈ ഒരു ഭാഗം എന്തായിരിക്കും? 180 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ എക്സ്, ഇവിടെ 180 മൈനസ് എക്സ്. ഓക്കെ, ഇത് നമുക്ക് വേണ്ട എന്താണ്? ആംഗിൾ ആർ ഒ ടി എത്രയെന്നാണ് വേണ്ടത്? ആർ ഒ ടി. ഓക്കെ, അപ്പോൾ ഫിഗർ നോക്കുക. ഈ ഒരു ഭാഗം എത്രയെന്ന് വേണം? ആർ ഒ ടിൻ്റെ ആംഗിൾ എത്രയെന്നാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ ആർ ഒ ടി, അപ്പോൾ ആർ ഒ ടി എന്ന് പറഞ്ഞാൽ ആംഗിൾ ആർ ഒ ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആഡ് ചെയ്താണ്? ആർ ഒ എസും, ആർ ഒ ടി എന്ന് പറഞ്ഞതാ ആർ ഒ എസും പിന്നെ എന്താ ഉള്ളത്? എസ് ഒ ടിയും കൂടെ എന്ത് ചെയ്താണ്? ആഡ് ചെയ്താണ്. എസ് ഒ ടി, ആർ ഒ എസും എസ് ഒ ടിയും കൂടെ ആഡ് ചെയ്താണിത് ആർ ഒ ടി. ഇനി നോക്കട്ടോ, ആർ ഒ എസ്, ആർ ഒ അല്ലെങ്കിൽ ഈ ഒ ആറിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്താണ് ഒ ആറിൻ്റെ പ്രത്യേകത? അത് പി ഒ എസിൻ്റെ ബൈസെക്റ്റ് ആണ്. പി ഒ എസ് മുഴുവൻ എക്സ് ആണെങ്കിൽ ആർ ഒ എന്നുള്ള റേ ഇതിൻ്റെ പകുതിയാക്കും. അപ്പോൾ ആർ ഒ എസ് മാത്രം എത്ര ഉണ്ടാവുക? x/2. ഇവിടെ എത്ര ഉണ്ടാവുക? x/2. ഓക്കെ, ആർ ഒ എസ് ഈക്വൽ ടു എത്രയാണ്? x/2. അതുപോലെ തന്നെ എസ് ഒ ടിൻ്റെ കേസും അതുപോലെ തന്നെയാണ്. എസ് ഒ ടി ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ എസ് ഒ ആർ മുഴുവൻ എത്രയുള്ളത്? എസ് ഒ ആർ മുഴുവനായിട്ട് എത്രയുള്ളത്? 180 മൈനസ് എക്സ്. എസ് ഒ ആർ മുഴുവനായിട്ട് എത്രയുള്ളത്? 180 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എസ് ഒ ടി എന്തായിരിക്കും? ഈ എസ് ഒ ടി എന്നുള്ള ഈ ഭാഗത്തെ ആംഗിൾ എത്ര ഉണ്ടാവുക? 180 മൈനസ് എക്സിൻ്റെയും ഹാഫ്. 180 മൈനസ് എക്സിൻ്റെ ഹാഫ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടി? ആർ ഒ ടി കിട്ടി. ഇത് ആഡ് ചെയ്യാൻ വളരെ സിമ്പിൾ, കാരണം ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ എന്താ ഉള്ളത്? എക്സും ഇവിടെ എന്താ ഉള്ളത്? 180 മൈനസ് എക്സും. ഈ എക്സും ഈ 180 മൈനസ് എക്സിലെ മൈനസ് എക്സും കൂടെ എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. എക്സ് മൈനസ് എക്സ് എന്താണ്? 0. ഇനി എന്ത് മാത്രമാണ് ബാക്കിയുള്ളത്? 180/2. എന്താണ് 180/2? 180/2 ഈക്വൽ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ആർ ഒ ടി എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഈ ഒരു ആർ ഒ ഈ ഒരു പോർഷനെയും ബൈസെക്റ്റ് ചെയ്യും, അതുപോലെ ഒ ടി ഈ ഒരു പോർഷനെയും ബൈസെക്റ്റ് ചെയ്യും. ഇവിടെ എക്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആണെന്നുള്ളത് കണ്ടു. ഇനി ഈ ഒരു പോർഷൻ എത്ര ഉണ്ടാവുള്ളൂ? എക്സ് ആണെങ്കിൽ ഇവിടെ എക്സിൻ്റെ ഹാഫ് x/2, ഇവിടെ 180 മൈനസ് എക്സിൻ്റെ ഹാഫ് 180 മൈനസ് x/2. അത് രണ്ടും കൂടെ ആഡ് ചെയ്താണിത് ആർ ഒ ടി. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് പ്ലസ് 180 മൈനസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ 2 ചെയ്യാൻ പറ്റും. എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് പോലെ എന്തായിരിക്കും? 180/2 ഈക്വൽ ടു 90 ഡിഗ്രി. നെക്സ്റ്റ് എക്സാമ്പിൾ 3. In figure, OP, OQ, OR and OS are 4 rays. Prove that angle POQ plus QRR plus SOR plus POS equal to 360 degree. Okay. അപ്പോൾ ഇവിടെ POQ അതാണ് POQ, ഈ ഒരു ആംഗിളും QOR ഈ ഒരു ആംഗിളും SOR ഈ ഒരു ആംഗിളും POS ഈ ഒരു ആംഗിളും ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് പ്രൂവ് ചെയ്യണം? 360 ഡിഗ്രി ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു ആക്സിയം എന്താ? ലീനിയർ പെയർ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ലീനിയർ പെയർ ഉണ്ടോ?
ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ ലൈൻ ഇങ്ങനെ കൊടുത്തു. ഈ ക്യു ഒ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ക്യു ഒ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിന് ടി എന്നുള്ള ലെറ്റർ കൊടുത്തു. ഇവിടെ പി ക്യു ആർ എസ് ടി ഏത് ലെറ്ററും കൊടുക്കാം, ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി ടി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലീനിയർ പെയർ കിട്ടി അല്ലേ. ഈ ഒരു ലീനിയർ പെയറിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും, 180 ഡിഗ്രി. അതുപോലെ ഈ ഒരു ലീനിയർ പെയറിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും, 180 ഡിഗ്രി. അപ്പോൾ ഒരു ലീനിയർ പെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത്, ഏതെങ്കിലും ഒരു പോയിന്റ് ലൈന് എക്സ്റ്റെൻഡ് ചെയ്തു. അത് ഏതായാലും കുഴപ്പമില്ല. ഇവിടെ ക്യു ഒ ഇവിടെ കണ്ടുകൊണ്ട് ഈ ക്യു ഒനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ലീനിയർ പെയർ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് എഴുതാൻ പറ്റും, ഈ രണ്ട് ലീനിയർ പെയർ ഏതൊക്കെയാണ്, ക്യു ഒ പി പ്ലസ് പി ഒ ടി, ആംഗിൾ ക്യു ഒ പി പ്ലസ് ആംഗിൾ പി ഒ ടി ഈക്വൽ ടു എത്രയാണ്, 180 ഡിഗ്രി. റീസൺ എന്താ, അത് ലീനിയർ പെയർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ എഴുതാം, എക്സ്റ്റെൻഡ് ക്യു ഒ ടു ടി. ഓക്കെ, ഞാൻ ക്യു ഒ ടി വരെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ ഇനി നെക്സ്റ്റ് വീണ്ടും ലീനിയർ പെയർ ഉണ്ട്. ഇവിടെ 3 പെയർസ് കിട്ടും. ആംഗിൾ ടി ഒ എസ്, ആംഗിൾ ടി ഒ എസ്. ഇനി ഇവിടെ എന്താ ഉള്ളത്, ആംഗിൾ എസ് ഒ ആർ, ആംഗിൾ എസ് ഒ ആർ. ഇനി ഇവിടെ എന്താ ഉള്ളത്, ആംഗിൾ ആർ ഒ ക്യു. അത് ആഡ് ചെയ്താൽ എന്തെന്നെ ആയിരിക്കും, 180 ഡിഗ്രി. കാരണം ഇത് വേറൊരു ലീനിയർ പെയർ ആണ്. ഇത് സ്ട്രൈറ്റ് ആണെങ്കിൽ ഈ 3 ആംഗിൾസും ആഡ് ചെയ്താൽ എത്രയായിരിക്കും, 180 ഡിഗ്രി. ഓക്കെ, ഇനി മുകളിലത്തെ ഇക്വേഷൻ താഴത്തെ ഇക്വേഷൻ കൊണ്ട് പ്ലസ് ചെയ്താൽ എന്തായിരിക്കും, ആംഗിൾ ക്യു ഒ പി പ്ലസ് പിന്നെന്താ ഉള്ളത്, പി ഒ ടി പ്ലസ് പിന്നെന്താ ഉള്ളത്, ആംഗിൾ ടി ഒ എസ്. ഇതാ ഇതും പിന്നെ ഇവിടെ ടി ഒ എസ് എടുത്തു. പിന്നെന്താ ഉള്ളത്, ആംഗിൾ എസ് ഒ ആർ ഇതും എടുത്തു. പിന്നെന്താ ഉള്ളത്, ആംഗിൾ ആർ ഒ ക്യു. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ഇവിടെ 180 ഇതിൻ്റെ സംബന്ധനാണ് 180 പ്ലസ് 180 ഇതിനോട് ഈക്വൽ ആയിരിക്കും, 360 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കും. ഇനി ക്യു ഒ പി ഇതാ ഈ ഒരു പോർഷൻ, ആംഗിൾ ക്യു ഒ പി പ്ലസ്. ഇനി ഇത് നോക്കിക്കോളൂ, പി ഒ ടിയും ടി ഒ എസും, പി ഒ ടിയും ടി ഒ എസും. ഫിഗർ ശരിക്കും നോക്കട്ടെ, പി ഒ ടിയും ടി ഒ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഒ എസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പി ഒ എസ് എന്നാണ്, അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് അതിനെ മാറ്റുന്നത്. സോ ക്യു ഒ ടിയും ടി ഒ എസും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും, പി ഒ എസ്. അപ്പോൾ അതിനെ മാറ്റി എന്ത് എഴുതി, പി ഒ എസ് പ്ലസ് അഗൈൻ എസ് ഒ ആർ. അപ്പോൾ എസ് ഒ ആർ ഒക്കെ ക്വസ്റ്റ്യൻ അതുപോലെ ഉണ്ട്, ആംഗിൾ എസ് ഒ ആർ പ്ലസ് ദെൻ ആംഗിൾ ആർ ഒ ക്യു. ആർ ഒ ക്യു ഇപ്പോൾ എത്ര കിട്ടി, 360 ഡിഗ്രി ആണെന്നുള്ളത് ഇവിടെ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് എക്സസൈസ് 6.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ ലൈൻസ് എ ബി ആൻഡ് സി ഡി ഇൻ്റർസെക്ട്സ് ഒ. ഓക്കെ, അപ്പോൾ എ ബി എന്നുള്ള ലൈനും സി ഡി എന്നുള്ള ലൈനും ഒ എന്നുള്ള പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ആംഗിൾ എ ഒ സി പ്ലസ് ബി ഒ ഇ, എ ഒ സി എന്നിട്ട് എ ഒ സി പ്ലസ് ബി ഒ ഇ, ശരിക്കും ശ്രദ്ധിക്കുക, ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഇ ഈക്വൽ ടു എത്രയാണ്, 70 ഡിഗ്രി. ഓക്കെ, ദെൻ ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു 40 ഡിഗ്രി. ബി ഒ ഡി ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു എത്രയാണ്, 40 ഡിഗ്രി. ഓക്കെ, ഫൈൻഡ് ആംഗിൾ ബി ഒ ഇ, ഫൈൻഡ് ആംഗിൾ ബി ഒ ഇ ആൻഡ് റിഫ്ലക്സ് സി ഒ ഇ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതിൻ്റെ മുഴുവൻ ആംഗിൾസ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. ആംഗിൾ ബി ഒ ഡി 40 ഡിഗ്രി ആണെങ്കിൽ, ആംഗിൾ ബി ഒ ഡി 40 ഡിഗ്രി ആണെങ്കിൽ ഇതിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ, ബി ഒ ഡിനോട് ഈക്വലായ ആംഗിൾ ഏതാണ്, എ ഒ സി. സോ ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ ഡിയും എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ എ ഒ സി എന്തിനോട് ഈക്വലാണ്, ബി ഒ ഡിയുടെ വാല്യൂയോട് ഈക്വലാണ്. ബി ഒ ഡി ഇവിടെ 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും, 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഒ സി ഈക്വൽ എന്ന് കിട്ടി, 40 ഡിഗ്രി ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ അടുത്ത് തന്നൊരു പോയിന്റ് എന്താണ്, ആംഗിൾ എ ഒ സി പ്ലസ് ബി ഒ ഇ, ആംഗിൾ എ ഒ സി പ്ലസ് ബി ഒ ഇ ഈക്വൽ ടു 70 ഡിഗ്രി എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എത്രയായിരിക്കും, 70 ഡിഗ്രി. അപ്പോൾ എ ഒ സിൻ്റെ വാല്യൂ നമ്മുടെ അടുത്തുണ്ടല്ലോ, എത്രയാണ്, 40 ഡിഗ്രി അല്ലെങ്കിൽ 40 പ്ലസ് ആംഗിൾ ബി ഒ ഇ ഈക്വൽ ടു 70 ഡിഗ്രി. ദെൻ ആംഗിൾ ബി ഒ ഇ എന്തായിരിക്കും, 70 മൈനസ് 40 ഈക്വൽ ടു എത്രയാണ്, 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണ്, 30 ഡിഗ്രി.
ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ആംഗിൾ ബി ഒ ഇ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടിയ എന്താണ്? ആംഗിൾ ബി ഒ ഇ ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് റിഫ്ലക്സ് സി ഒ ഇ. അപ്പോൾ സി ഒ ഇ എവിടെയാണ്? സി ഒ ഇ. അപ്പോൾ സി ഒ ഇയുടെ മെഷർമെൻറ്റ് എത്ര കിട്ടിയിട്ടില്ല. അപ്പോൾ സി ഒ ഇ ആദ്യം കാണണം. ഓക്കെ, സി ഒ ഇ കാണാൻ എന്താണ്? ഈ 40യും ഈ സി ഒ ഇയും ഈ 30യും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയർ ആണ്. അതായത് 40 പ്ലസ് ആംഗിൾ സി ഒ ഇ. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇതെന്താണ്? ലീനിയർ പെയർ ആണ്. ആംഗിൾ സി ഒ ഇ പ്ലസ് പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 30 ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി. ദെൻ 30യും 40യും 30 പ്ലസ് 40 എത്രയാണ്? 70 പ്ലസ് ആംഗിൾ സി ഒ ഇ ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി. ദെൻ ആംഗിൾ സി ഒ ഇ എന്തായിരിക്കും? 180 മൈനസ് 70 ഈക്വൽ ടു എത്രയാണ്? 110 ഡിഗ്രി. നമുക്ക് വേണ്ടത് ആംഗിൾ സി ഒ ഇയുടെ റിഫ്ലക്സ് ആണ്. റിഫ്ലക്സ് ആംഗിൾ എന്താ? ഗ്രേറ്റർ ദാൻ 180. ഓക്കെ, അപ്പോൾ സി ഒൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ടത്. സി ഒയുടെ ഈ ഒരു പോർഷൻ. അപ്പോൾ ഇവിടെ 110 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഇത് മുഴുവൻ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുറത്തെ ഭാഗം എന്തായിരിക്കും? റിഫ്ലക്സ് സി ഒ എന്താണ്? റിഫ്ലക്സ് സി ഒ ഇ ഈക്വൽ ടു 360 മൈനസ് 110 ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 250 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ആംഗിളിൻ്റെ ഇവിടെ 110 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു പുറത്തുള്ള ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ 360 ആണ് നമുക്കറിയാം. അപ്പോൾ 360 നിന്ന് ഇവിടുത്തെ 110 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 250 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പുറത്ത് 250യും ഉള്ളിൽ 110ഉം അങ്ങനെ ടോട്ടൽ എത്ര വരും? 360 ഡിഗ്രി വരും. സോ റിഫ്ലക്സ് സി ഒ എത്ര ഡിഗ്രിയാണ്? 250 ഡിഗ്രി. Hope this video was up to your expectations. See you in the next video. Till then, bye. Homework makes maths easy.